എല്ലാവർക്കും നമസ്കാരം. ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഇന്ന് നമുക്ക് ഒരു റീഡിങ് എ പാർട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടിപ്സ് ട്രിക്സ് ഒന്ന് നമുക്ക് നോക്കാം, ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അപ്പൻഡിസൈറ്റിസ് നമുക്കിവിടെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 4 ABCD അങ്ങനെ 4 പാരഗ്രാഫുകളാണുള്ളത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ഉള്ളതിനെ നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തിയാലേ നമുക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്ന മെത്തേഡിങ്ങിനാണ്. അതിൽ ഒരു പാരഗ്രാഫിൽ നമ്മൾ 30 സെക്കൻഡ്സ് എടുക്കാവും. എന്നിട്ട് റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ കംപ്ലീറ്റ്ലി വായിച്ചിട്ട് ബാക്കി ഒക്കെ നമ്മൾ അതിൻ്റെ കീവേഡ്സ് മാത്രം ഒന്ന് ഓടിച്ച് നോക്കത്തേ ഉള്ളൂ. നമുക്ക് ശരിക്കും മനസ്സിലാകണമെന്നില്ല. മനസ്സിലായി വായിച്ചാൽ നമ്മുടെ ടൈം പോകും. അങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഏത് പാരഗ്രാഫിലുണ്ട് എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻ നമ്പർ 8 പോകും. 8 തൊട്ട് 20 വരെ നമ്മൾ ചെയ്യും. ഒരു 13 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേന് അത് തീർക്കണം. ബാക്കി നമുക്കൊരു 2 മിനിറ്റ്സ് ഉണ്ട്. ആ 2 മിനിറ്റ്സ് മതി നമുക്ക് 1 തൊട്ട് 7 വരെ ചെയ്യാൻ. കാരണം 1 തൊട്ട് 7 വരെ ABCD ഇതിലേതാണെന്ന് മാത്രം എഴുതിയാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിലോട്ടൊന്ന് പോയി നോക്കാം. ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. Part A. Text A. Appendicitis is an acute inflammation of the appendix, the thin pouch attached to the large intestine on the right side of the abdomen. അപ്പോൾ അത് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്തോന്നൊരു ചെറിയ ഐഡിയ കിട്ടി. അപ്പൻഡിസൈറ്റിസിനെ പറ്റിയാണ്, അപ്പൻഡിക്സിനെ പറ്റിയാണ് പറഞ്ഞത്. സൈസ് ഓഫ് എ ഫിംഗർ, exact cause is not known. Okay, appendicitis regardless. Okay, possibility of foreign body. There are many medically proven ways to appendicitis. Diet prevent appendicitis. Previously episode, seek treatment. ഞാൻ ഇതിൽ കീവേഡുകൾ മാത്രം നോക്കിയാണ്. Can occur at any age. Most common in children. 2013 highest organization OECD. ഓക്കെ, കുറേ പോപ്പുലേഷൻ റേറ്റ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് 30 സെക്കൻഡ്സ് കൊണ്ട് ധാരാളം ചെയ്യാം. അടുത്തത് ടെക്സ്റ്റ് ബി. സിംറ്റംസ് ആൻഡ് ഹെഡിങ്സ് വായിക്കാൻ ശ്രമിക്കുക. സിംറ്റംസ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് അപ്പൻഡിസൈറ്റിസ്. Appendicitis typically starts with a pain in the middle of the abdomen. Okay, lower side location, right side part of the body, liver, pelvis. ഓക്കെ, ഇവിടെയൊക്കെയാണ് പെയിൻ വരുന്നത്. ഡയറിയ. അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ്? ഓക്കെ, സച്ച് ആസ് കുറേ ഉണ്ട്. ബൗൾ സിൻഡ്രോം, കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അതെല്ലാം സിംറ്റംസ് ആണ്. Pressure is applied to the appendicitis area, usually significant diagnosis. Blood test, women, bladder infection, CT scan. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുവാ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. അടുത്തത് മാനേജിങ്. ഇപ്പോൾ ഇവിടെ മാനേജ്മെൻ്റ് ആണ്. Medical advice should be sought on ongoing abdominal pain. If the pain suddenly get worse, emergency transfer to the hospital required. അപ്പോൾ അത് നമ്മൾ മനസ്സിലായി. എമർജൻസി സർജിക്കൽ റിമൂവൽ ഉണ്ട്. റിസ്ക് ഓഫ് ബേസ്റ്റിംഗ്, നെഗറ്റീവ് അപ്പൻഡക്ടമി. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ടു സർജറി. സർജറി ഇല്ലാതെ വേറെ ചെയ്യാൻ പറ്റും. നോട്ട് സിവിയർ. 24 hours to see symptoms improve. Stay home if it get worse. Lead to lump on the appendix called appendicitis mass. Lump. Okay. Antibiotics. Without surgery, antibiotics rate, percentage. Complications such as rupture development, peritonitis. ഓക്കെ, ഡി അവസാനത്തെ പാരഗ്രാഫ്. നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. അത് അപ്പൻഡിസൈറ്റിസ്, അപ്പോൾ അത് പൊട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സംഭവമാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത് 4 പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഫ്രം അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ആണ് ഇവിടെ. ഡിസ്റ്റൻഷൻ, ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, ഇസ്കീമിയ. ഓക്കെ, ഇഫ് ഇറ്റ് ബേഴ്സ്, അഗെയിൻ ബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 2 പാരഗ്രാഫിലുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഇറ്റ് ക്യാൻ സ്പ്രെഡ്, പെരിറ്റോണൈറ്റിസ്. അപ്പോൾ 2 പാരഗ്രാഫിൽ അത് വരുന്നുണ്ട്. ഓക്കെ, long term problems can be fatal. An abscess forms
ഇൻഫെക്ഷൻ 1 in 500 കേസസ് കോസ് പാസ്. ഓക്കെ, കുറേ പാസ് ലാപ്രോസ്കോപ്പിക് അപ്പൻഡക്ടമി. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം മതി. അത് തീർച്ചയായിട്ടും നമുക്ക് 2 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും. Now let's go to question number 8. The number of people. ഇപ്പോൾ ഇതിൻ്റെ അകത്തിൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നത് നമ്മൾ ഏത് പാരഗ്രാഫിലാണ് ആൻസർ കിടക്കുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നതിലാണ്. അല്ലെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു വുഡ് ഡൈ ഫ്രം അപ്പൻഡിസൈറ്റിസ് വിത്തൗട്ട് മോഡേൺ ട്രീറ്റ്മെൻറ്റ്. നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്പറാണ്. അപ്പം വുഡ് ഡൈ ഫ്രം അപ്പൻഡിസൈറ്റിസ് വിത്തൗട്ട് മോഡേൺ ട്രീറ്റ്മെൻറ്റ്, അതെവിടെയായിരിക്കും? നമ്പറാണ്, ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ. മെനി പീപ്പിൾ ട്രീറ്റ്. ഓക്കെ, അത് ഇവിടെ ആയിരിക്കും. ഫസ്റ്റ് പാരഗ്രാഫിലായിരിക്കണമല്ലോ വരുന്നത്. അതൊരു ജനറൽ ഇൻഫർമേഷൻ ആണല്ലോ. എന്നാലും അത് ഇവിടെയാണ്. നമ്പർ ഓഫ് പീപ്പിൾ എനിക്കത് കാണുന്നില്ല. Without surgery or antibiotics, the mortality rate for appendicitis is 50%. ഓക്കെ, അപ്പോൾ നമ്മൾ എയ്ക്കതിലാണ് വരേണ്ടതെന്ന് തോന്നി. അതവിടെ കണ്ടില്ലെങ്കിൽ അവിടെ സ്റ്റക്കായിട്ടിരിക്കല്ല. നമ്മളവിടെ വീണ്ടും കണ്ടുപിടിച്ചു. നമ്പർ അല്ല, അത് പെർസെൻറ്റേജ് ആണ് നടക്കുന്നത്, 50%. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ബിഗ് ഈസ് എ ഹെൽത്തി അപ്പൻഡിക്സ് ഇൻ മോസ്റ്റ് പീപ്പിൾ? സൈസ് ഇൻട്രൊഡക്ഷൻ്റെ വായിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. കണ്ടോ, അവിടെയാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്, അതായത് സക്സസ് വരുന്നത്. ഏത് പാരഗ്രാഫിലാണെന്ന് കണ്ടുപിടിക്കണം. ഹെൽത്തി, ഇറ്റ് ഈസ് യൂഷ്വലി അബൌട്ട് ദ സൈസ് ഓഫ് എ ഫിംഗർ അല്ലേ? about the size of a finger, അതാണ് ആൻസർ. about the size of a finger, അത് മൊത്തമായിട്ട് എഴുതണം. അടുത്തത് question number 10. Where does the pain usually start if the person has appendicitis? അതും ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ആയിരിക്കണം. അബ്ഡോമിൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് സിംറ്റംസിലായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ അല്ലായിരിക്കും, സിംറ്റംസിലായിരിക്കും. Appendicitis typically starts with the pain in the middle of the abdomen. Okay, middle of the abdomen. Okay, നമ്മുടെ ആൻസർ കിട്ടി. ഇൻ ദ മിഡിൽ ഓഫ് ദ അബ്ഡോമൻ. കണ്ടോ, പാരഗ്രാഫുകൾ ഗസ് ചെയ്യുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ആൻ appendix ruptures, അത് 2 പാരഗ്രാഫിലുണ്ട്, ഡിയിലും സിയിലും ഉണ്ട്. What condition could it develop in the membrane of the tummy? റാപ്ചർ ചെയ്താൽ this can cause peritonitis. ഇതാണ് നമ്മുടെ ആൻസർ. ബേസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ സിയിലും ഡിയിലും വായിച്ചു. ഞാൻ ഇവിടെ ആൻസർ ഓൾറെഡി കണ്ടു. ഇഫ് an appendix perforates or bursts, it releases bacteria into other parts of the body. This can cause peritonitis. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 12. What drug can be used instead of surgery if a person has appendicitis? Drug, antibiotics ആണോ? നമ്മൾ ഇവിടെ കണ്ട് വായിച്ചായിരുന്നല്ലോ. വിത്തൗട്ട് സർജറി. കണ്ടോ, കീവേഡ് കണ്ടോ, അതിൻ്റെ വിത്തൗട്ട് സർജറി ആണ്. പക്ഷെങ്കിൽ ഓക്കെ, നിന്നെ ഇവിടെ മേലെ കിടക്കുന്നു. അതിന് ഓൾട്ടർനേറ്റീവ് ഇമ്മീഡിയറ്റ് സർജറി ഈസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. യെസ്, ഇത് നമ്മൾ ഓടിച്ച് വായിച്ചപ്പം കണ്ടതാണ്. ഓക്കെ, അടുത്തത് ആൻറ്റിബയോട്ടിക്സ് ആണ് ആൻസർ. ഇഫ് ആൻ inflamed appendix is left alone, it might burst, and what other conditions it might develop? അത് സിയിലായിരിക്കും. വാട്ട് അതർ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കണ്ടായിരുന്നു കുറേ സിംറ്റംസ് കാര്യമൊക്കെ.
ഓക്കെ, എവിടെയായിരിക്കും നമുക്ക് സീലാകാൻ വഴിയുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കട്ടെ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഇഫ് ആൻ inflamed appendix is left alone, it might burst, and what other conditions it might develop? അതിനിയും സിംറ്റംസിലുണ്ടോ? Diagnosis, okay, some people are similar to appendicitis, but something else such as severe irritable bowel syndrome, constipation, urine infection. അതാണോ? അതർ സിംറ്റംസ് ആണ്. അപ്പോൾ അത് ബേസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ അല്ല, സിയിൽ തന്നെ ആയിരിക്കണം. സി അല്ലെങ്കിൽ ഡി. ഡിയിലില്ല, അപ്പോൾ സിയിലാണ് ഉറപ്പാണ്. സസ്പെക്റ്റഡ്, ഓക്കെ, it would be full invasive rather than case means appendectomy. Alternative surgery looked okay. In some cases, diagnosis is not certain. Sometimes it is lead to development of a lump. Okay, lump consists of കിട്ടുന്നില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടാതിരുന്നാൽ അതങ്ങ് വിട്ടുകളയണം, നമുക്കത് തിരിച്ചു വന്നെടുക്കാം. ഓക്കെ, വാട്ട് ഈസ് അപ്പൻഡിക്സ് യൂഷ്വലി അറ്റാച്ച് ടു? അപ്പൻഡിക്സ് യൂഷ്വലി അറ്റാച്ച് ടു ജനറൽ കോൺവെർഷൻ ആണ്. അതെവിടെ ആയിരിക്കും? ഇറ്റ്സ് അറ്റാച്ച് ടു ഇൻട്രൊഡക്ഷൻ്റെ അതിലായിരിക്കും. ട്രീറ്റഡ് ഇവിടെ വല്ലതും വരണം. Thin, okay, the thin pouch attached to the large intestine. Large intestine ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, അപ്പോൾ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കണം, അത് നോക്കിയിരിക്കല്ലോ, നമ്മുടെ ടൈം വേസ്റ്റ് ആയിപ്പോൾ. 15. After a few hours of appendicitis developing, the dash to the right hand side of the abdomen. After a few hours of appendicitis developing, the dash to the right hand side of the abdomen. The pain start to the right hand of the abdomen. No. A few hours of appendicitis developing. After a few hours, the dash to the right hand side of the abdomen. ഇത് ഇൻട്രൊഡക്ഷൻ്റെ അതിലാണോ, അല്ലെങ്കിൽ അത് സിംറ്റംസ് ആയിരിക്കും? ഇതല്ല, സിംറ്റംസിലായിരിക്കും. വിതിൻ hours the pain travels to the right hand side. കണ്ടോ, the pain travels, അതാണ് നമ്മുടെ ആൻസർ. പെയിൻ ട്രാവൽസ്, കണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഓക്കെ, 16. ആൻഡ് ഡാഷ്, നമ്മൾ പേപ്പർ വെച്ച് ചെയ്യുമ്പം കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കമ്പ്യൂട്ടറിലും പിന്നെ മൊബൈൽ ഫോണിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആകും. പേപ്പർ പ്രിൻ്റ് എടുത്ത് ചെയ്യുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഡാഷ്, അപ്പം ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആൻഡ് ഡാഷ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാൽ സൗണ്ട് ഇവിടെ അടുത്തത് വരത്തുള്ളൂ. അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഡാഷ് ക്യാൻ ഡെവലപ്പ് ടു എ ബേസ്റ്റ് അപ്പൻഡിക്സ്. ആൻഡ് ഡാഷ് ക്യാൻ ഡെവലപ്പ്. ആൻഡ് ഡാഷ് ബേസ്റ്റ് അപ്പൻഡിക്സിന് പകരം അവിടെ നമുക്ക് എവിടെയാണ് ആൻഡ് ഇൻഫെക്ഷൻ ആയിരിക്കും, കേട്ടോ. ആൻഡ് ഐ വെച്ചല്ലേ തുടങ്ങുന്നത്, അത് തന്നെയായിരിക്കണം ആൻസർ, അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കും. നോക്കാം. ബേസ്റ്റ് ഇവിടെ രണ്ടിടത്തുണ്ടായിരുന്നു. With a complication such as rupture and development of an abscess. Development of an abscess. അപ്പോൾ ഡെവലപ്മെന്റ് എന്നുള്ളതല്ലേ നമ്മുടെ കീവേഡ്.
ആൻഡ് ഡാഷ് ക്യാൻ എൻവലപ്പ് എ ബേസ്റ്റ് അപ്പൻ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കവർ ചെയ്യുക എ ബേസ്റ്റ് അപ്പൻഡിക്സ് ആൻഡ് ഡാഷ് അവിടെ എവിടെയുണ്ട് ആൻസർ Sometimes appendix can lead to development of a lump or appendix called appendix mass. Fatty tissues attend the body to deal with of course antibiotics as given settle the time കൂടുതലെടുക്കുകയാണ് development of an abscess with the complications such as rupture and development of an abscess കവർ ചെയ്യുക എന്നാണ് പറയുന്നത് അവിടെ ആപ്സസ് ആണെന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ ഉണ്ടോ അതേണ്ട് സംടൈംസ് ആൻ ആപ്സസ് ഇവിടെ ആൻ വന്നേക്കുന്നുണ്ടോ സംടൈംസ് ആൻ ആപ്സസ് ഫോംസ് അറൗണ്ട് അറൗണ്ട് എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ഇച്ചിരി ടൈം എടുത്ത് കണ്ടുപിടിക്കാം ആൻഡ് അറൗണ്ട് ദ ബേഴ്സ് അപ്പൻഡിക്സ് അപ്പോൾ അത് നമുക്കത് കിട്ടി ആൻ ആപ്സസ് 17 some believe an appendix dash in an episode of appendicitis and appendix dash burst ആണ് in the episode of appendicitis some believe എപ്പിസോഡ് അത് ചിലപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ അതിലാകാൻ വഴിയുണ്ട് ഇതേണ്ട അത് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഇൻട്രൊഡക്ഷനാണ് അതേഴ്സ് ബിലീവ് ഇറ്റ് ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ ദാറ്റ് കോസസ് appendicitis അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവാണ് 17 some believe an appendix obstruction in an episode of appendicitis എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ some believe an appendix others believe it is an obstruction that causes appendicitis ഇതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളത് പാരഫ്രൈസ് ചെയ്ത് എഴുതണം others believe it is an obstruction that causes appendicitis അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും some believe an appendix is caused by an obstruction in an episode of is caused by an obstruction in an episode of appendicitis നമുക്ക് പാരഫ്രൈസ് ചെയ്ത് എഴുതണം അവിടെ ഓക്കെ വിൽ ചെക്ക് അടുത്തത് 18 അങ്ങനെ വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് നേരിട്ട് അപ്പൻഡിക്സ് ഒബ്സ്ട്രക്റ്റ് സം ബിലീവ് ആൻ അപ്പൻഡിക്സ് ഒബ്സ്ട്രക്റ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് എന്ന് വേണം എഴുതാം അപ്പൻഡിക്സ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ഇൻ എൻ എപ്പിസോഡ് ഓഫ് അപ്പൻഡിസൈറ്റിസ് എഴുതാം അത് കറക്റ്റാണ് പാരഫ്രൈസ് ചെയ്ത് എഴുതി അത് 18 എ ഡോക്ടർ എക്സാമിൻസ് എ പേഷ്യൻസ് ടമ്മി ടു ഫൈൻഡ് ഔട്ട് അപ്പോൾ ഇത് നമുക്ക് മാനേജ്മെൻറ്റിലായിരിക്കണം ചെക്ക് ചെയ്യുന്ന കാര്യം എ ഡോക്ടർ എക്സാമിൻസ് എ പേഷ്യൻസ് ടമ്മി ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ഡാഷ് വെൻ ദേ പ്രസ് അറൗണ്ട് ദ അപ്പൻഡിക്സ് കൈ ഫിംഗർ വെച്ചിട്ട് തമ്പ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന കാര്യം നമ്മൾ വായിച്ചായിരുന്നു ഫൈൻഡ് ഔട്ട് ഇഫ് ദ പെയിൻ ഈസ് പ്രസൻ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം എ ഡോക്ടർ എക്സാമിൻസ് എ പേഷ്യൻസ് ടമ്മി ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ഡാഷ് വെൻ ദേ പ്രസ് അറൗണ്ട് ദ അപ്പൻഡിക്സ് പ്രസ് അറൗണ്ട് അവിടെ ഏതായിരിക്കും ബിയിലല്ല സിയിലാകണം നമ്മളിങ്ങനെ താപ്പോട്ട് ഇങ്ങനെ വായിക്കുന്നു ഇതെവിടോ വായിച്ചായിരുന്നു അവിടെ ഇല്ലല്ലോ പക്ഷെ സിയിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ
In sometimes, okay, they കിടക്കുന്നു. A doctor may recommend waiting for 24 hours. Sometimes abstinence can lead to, okay, അവിടെയും ഇല്ല, ഇത് എവിടെയോ കണ്ടതായിരുന്നു. അവിടെ പോയി. നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണല്ലോ. അപ്പോൾ അതിന് എയിലുണ്ടോ? എയിലില്ല. ബിയിൽ ഇല്ല. ഓ അതെയുണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ History abdomen exam to see if the pain get worse when pressure is applied to the appendix area, usually sufficient to diagnose the appendicitis. A urine infection history, taking an abdominal examination to see if the pain gets worse when pressure is applied. അപ്പോൾ അതല്ലേ നമ്മുടെ ആൻസർ. നമ്മൾ നോക്കിയ പാരഗ്രാഫിൽ ബിയിലാണ് അതല്ലേ, പെയിൻ ഗെറ്റ്സ് വേഴ്സ്. അപ്പം എവിടെയായിരുന്നു നമ്മുടെ ആൻസർ? A doctor examines the patient tummy to find out if the pain gets worse അല്ലേ, 18 gets worse. Doctor examines patient tummy to find out if the pain gets worse when they press around the appendix. അതാണ് ആൻസർ. പെയിൻ ഗെറ്റ്സ് വേഴ്സ്. 19. An accumulation of dash can develop as a body tries to get rid of infection. നമ്മൾ വായിച്ചു, എനിക്ക് തോന്നുന്നു പസ് ആണ് തോന്നുന്നു. അക്യുമുലേഷൻ പസ്, body tries to the The lump consists of appendix and fatty tissue and attempt to, okay, some mass found during examination. ഇൻഫെക്ഷൻ നമ്മൾ വായിച്ചല്ലോ. The lump consists of appendix fatty tissues attempt the body to heal. The appendix mass is found during examination. എവിടെയാണ് നമ്മുടെ ആൻസർ? സംടൈംസ് ആൻ ആബ്സസ് ഫോംസ്. ഓക്കെ, ഇതാ ഇവിടെ കിടക്കുന്നു ഇൻഫെക്ഷൻ്റെ കാര്യം. ഇഫ് പെരിറ്റോണൈറ്റിസ് isn't treated immediately, it can cause long-term problems and may be even fatal. Sometimes an abscess forms around the burst appendix. This is a painful collection of pus that occurs as a result of body's attempt to fight infection. അപ്പോൾ നമ്മുടെ ആൻസർ പസ് തന്നെയാണ്, അത് നമ്മൾ ഗസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, accumulation of pus. 20. It is not always easy to confirm a person has appendicitis because the symptoms only shows up about 50% of the time. ആയിരിക്കുമോ? 50% എവിടെ കിടക്കുന്നത്? നമ്മൾ 50% മുമ്പേ കണ്ടായിരുന്നു. 50% എളുപ്പമാണ്. 50% നമ്പറാണ്. അപ്പോൾ അത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ്റെ അതിലായിരിക്കണം. ഫിഫ്റ്റി പെർസെൻറ്റേജിന് വരെ ഹാഫ് ഒന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ ഒരു ഹാഫ് ഓഫ് ദ ടൈംസ് എന്നായിരിക്കും എഴുതിയേക്കുന്നത്. Ah, 50% already ഉണ്ടല്ലോ. It is not always easy to confirm a person has appendicitis because the symptoms only shows up എന്നായിരിക്കും. ഓക്കെ, എന്നാലും അത് ഇൻട്രൊഡക്ഷൻ്റെ അതിലായിരിക്കണം.
ഓക്കെ, അവിടെ എയിലില്ല. അതാ കിടക്കുന്നു. Diagnosing appendicitis can be tricky because the typical symptoms are only present about half. 50% വരെ അവർ ഇട്ടേക്കുന്നു, ഹാഫ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. 50ക്ക് വരെ അവർ ഹാഫ് ഇടും. ഓക്കെ, ബിക്കോസ് ദ ടിപ്പിക്കൽ സിംറ്റംസ്, ഓക്കെ ടിപ്പിക്കൽ ഉണ്ട്, സിംറ്റംസ് മാത്രമല്ല ടിപ്പിക്കൽ സിംറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ 20 ആൻസർ കിട്ടി. ഒരെണ്ണം ഇതിൻ്റെ അകത്തിൽ വിട്ടുപോയിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. തിരിച്ച് നമ്മൾ അപ്പോൾ 13 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് ഫിനിഷ് ചെയ്തിരിക്കണം. 13 മിനിറ്റ്. നമുക്ക് ബാക്കിയുള്ള 2 മിനിറ്റ് 1 to 7 ചെയ്യാൻ വരെയാണ്. വേർ ദ അപ്പൻഡിക്സ് ഈസ് യൂഷ്വലി ഫൗണ്ട്. എവിടെയാണ്? ഓഫ് കോഴ്സ് എയിലാണ്, ഇല്ലേ? ജനറൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, എക്സാക്ട് പൊസിഷൻ, എക്സാക്ട് കോസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ കിട്ടി. രണ്ടാമത്തേത്, adverse situations a person may experience if they have appendicitis. Adverse situations, അപ്പോൾ അത് സിംറ്റംസ് ആണോ? അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്തായിരിക്കും? നോ, അത് ബേസ്റ്റ് ആകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സിയിലായിരിക്കും. സിയിലോ ഡിയിലോ? ഇത്ര സമയം എടുക്കാൻ പാടില്ല, ഇച്ചിരി കൺഫ്യൂസിങ് ആണത്. ഇറ്റ് ക്യാൻ ബി ഫേറ്റൽ, അഡ്വേഴ്സ് സിറ്റുവേഷൻ. അപ്പോൾ ഡി ആണ് നമ്മുടെ ആൻസർ. അഡ്വേഴ്സ് ആണ്, ഫേറ്റൽ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോവാം. അടുത്തത്, അപ്പൻഡിസൈറ്റിസ് ക്യാൻ ബി അവോയ്ഡഡ്. അതെവിടെ ആയിരിക്കാം? ക്യാൻ ബി അവോയ്ഡഡ്, അത് ഫസ്റ്റ് പാരഗ്രാഫിലായിരിക്കാം. The exact cause of the appendicitis, some people think it can be obstructed, only believe it is an obstruction regardless. Okay, it's not known, many people treated. Okay, it could be A. Okay, അപ്പോൾ നമുക്ക് സമയമില്ല കളയാൻ. അടുത്തത് ജനറൽ ഇൻഫർമേഷൻ ആണ്. ആൻഡ് അൺനെസസറി അപ്പൻഡെക്ടമി. ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള സർജറിയുടെ കാര്യമാണ് എവിടെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? അത് സിയിലാണല്ലോ, അല്ലേ? സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഇത് കണ്ടായിരുന്നു. രണ്ട്, വിതൗട്ട് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ റാദർ ദാൻ ദ റിസ്ക് ഓഫ് ബേസ്റ്റിംഗ്. അപ്പം അൺനെസസറി ആയിട്ടുള്ള സർജറിയാണ്. അടുത്തത്, ദ സർജിക്കൽ approach that keeps the infection risk low. അതും സിയിൽ തന്നെ ആയിരിക്കണം. യെസ്, ഇപ്പം നമ്മൾ വായിച്ചതേ ഉള്ളൂ. അടുത്തത് 6, the way a person's body can try to manage appendicitis itself. നമ്മൾ വായിച്ചല്ലോ, ബോഡീസ് ഹീലിംഗ് മെക്കാനിസം. അതെവിടെയായിരുന്നു? ഇതാണ്, സിയിൽ തന്നെയാണ് ആൻസർ കിട്ടി. അടുത്തത്, ലാസ്റ്റ് വൺ, ദ പ്രിവലൻസ് ഓഫ് അപ്പൻഡിക്സ് റിമൂവൽ ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എവിടെയാണ്? വേണ്ടി കിടക്കുന്നു, എയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എല്ലാമായി. ഓക്കെ, ഇത് 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം. നമ്മൾ ഇതിൻ്റെ അതിൽ ഒരെണ്ണം വിട്ടുപോയായിരുന്നല്ലോ, ഏതായിരുന്നു? ഏതോ ഒരെണ്ണം നമ്മൾ ഹൗ ബിഗ് ഈസ് എ ഹെൽത്തി അപ്പൻഡ്, അതല്ല. ഇത് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോയി. അഥവാ ദാറ്റ്സ് ഓക്കെ, ഒരെണ്ണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് വിട്ട് കളയുക. പിന്നെ നമുക്ക് 15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ പോയി ചെയ്യുക. അല്ലാതെ നമ്മൾ ആ ഒരെണ്ണം നോക്കിയിരുന്നാൽ നമ്മുടെ എക്സാം മൊത്തം കുളവാകും. അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഗുണം ചെയ്തോ? ഇതുപോലെ ആദ്യമേ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ടൈമർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. 15 മിനിറ്റ്സ് ടൈമർ വെക്കുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ ടൈം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം. ഒരു 14 മിനിറ്റ്സിൻ്റെ ഒക്കെ ചെയ്ത്
നിർത്താൻ വേണ്ടി ശ്രമിക്കുക. റീഡിങ്ങിനുള്ള കപ്പാസിറ്റി കൂട്ടണം. ഇങ്ങനെ ചെയ്തിട്ട് കൂടുതൽ റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ വായിക്കുന്നതിന് പകരം ഇങ്ങനെ വെർട്ടിക്കലി പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഇതിൻ്റെ മെയിനായിട്ടൊരു സക്സസ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. പാരഗ്രാഫ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ റോങ് പാരഗ്രാഫിൽ നോക്കി സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരെണ്ണം കണ്ടില്ല എങ്കിൽ എടുത്ത് കളയുക. ഡോണ്ട് വേസ്റ്റ്. ഒരു ഗസ് ചെയ്തിട്ട് ആൻസർ എഴുതുക, അല്ലെങ്കിൽ അവസാനം ടൈം ഉണ്ടെങ്കിൽ എഴുതുക. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ശ്രദ്ധിക്കുക, നമ്പറുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാവൽ സൗണ്ട്സ് അല്ലെ, ആൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വാവൽ സൗണ്ടേ വരത്തുള്ളൂ. ചിലപ്പോൾ നമ്പർ തന്നിട്ട് അവർ നമ്പർ എഴുതണമെന്നില്ല, ഹാഫ് എന്ന് എഴുതാം, 50 എന്ന് എഴുതാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പല തരത്തിലുള്ള ട്രിക്കുകളുണ്ട്. കൂടുതൽ നമ്മൾ ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ എക്സ്പേർട്ടായി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ, ഗ്രൂപ്പ് ക്ലാസ്സുകൾ, OET, IELTS, സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എല്ലാം ഡിസ്ക്രിപ്ഷൻ്റെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളെ താമസിയാതെ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.